ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ഒരു മാർക്കറും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ഐഡിയ ആണ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല കേട്ടോ. കുറച്ചിങ്ങനെ വലിപ്പമുള്ളൊരു ബോട്ടിൽ എടുത്താൽ മതിയാവും. ഞാനിപ്പം എടുത്തിരിക്കുന്നത് പാലൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഒരു മാർക്കർ വെച്ചിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് എത്രയും ഭാഗമാണ് കട്ട് ചെയ്ത് കളയേണ്ടത് അത്രയും ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. വരയ്ക്കാതെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആദ്യം മുകളിൽ വരച്ചത് ഒന്ന് വളഞ്ഞു പോയ പോലെ തോന്നിയുകൊണ്ട് ഞാൻ താഴേക്ക് ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുവാണ്. എനിക്ക് ഇത്രയും ഭാഗം മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ആ കാണാത്ത ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ വര നമ്മൾ മുറിക്കുമ്പോൾ കാണാൻ പാടില്ല. അപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കട്ടി യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് മുറിച്ചതിന് ശേഷം വേണമെങ്കിൽ പിന്നെ സിസേഴ്സ് അകത്തേക്ക് കയറ്റിയിട്ട് വേണമെങ്കിലും മുറിക്കാം. പിന്നെ ഇതുപോലെ ഒരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക. പിന്നെ വളവോ തിരിവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുറിച്ച് 2 പീസാക്കിയിട്ടുണ്ട്. ഈ മുകളിലത്തെ ഭാഗം നമുക്ക് വേണ്ട, അത് കളയാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ ഒന്ന് കത്തി വെച്ചിട്ട് മുകളിൽ എക്സ്ട്രാ ഇങ്ങനെ തള്ളിയിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പം നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗം നന്നായിട്ട് മുറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ കഴുകിയിട്ടെടുത്ത ബോട്ടിലായതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നനവുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്യാതെ നേരിട്ട് മാർക്കർ യൂസ് ചെയ്യുവാണ്. അപ്പോൾ മാർക്കർ പെർമനൻറ്റ് മാർക്കറാണ്, ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ആകുമ്പോൾ ബ്ലാക്ക് എടുത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ബ്ലൂ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്യുക. പിന്നെ വൈറ്റ് ബോട്ടിലല്ല, ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും. ഇനി നമുക്കിതിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുക. ഇപ്പം നന്നായിട്ട് വരയ്ക്കാനൊക്കെ അറിയുന്നവർക്ക് വേണമെങ്കിൽ ഡിസൈനൊക്കെ ചെയ്യാം. പെർമനൻറ്റ് മാർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ വെള്ളം നനഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തൊട്ടാലോ ഒന്നും അത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ്. ഇളക്കി പോകുന്നുള്ള പേടിയും വേണ്ട. ഞാനിപ്പോൾ ചരിച്ച് ഒരു ഡയമണ്ട് കട്ട് പോലെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വരച്ചത് കുറച്ചൊക്കെ വളഞ്ഞിട്ടുണ്ട്, എങ്കിലും ചരിച്ച് ആ ഒരു സൈഡിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി തിരിച്ച് ക്രോസായിട്ട് വരയ്ക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെറിയ കളം പോലെ ഒരു ഡയമണ്ട് കട്ട് പോലെ ആയി വരും. അപ്പോൾ ഇങ്ങനെ ക്രോസ് സിമ്പിളായിട്ടുള്ളതാണ് ഈ വര കേട്ടോ. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലെങ്കിലും നമ്മൾ ചെയ്ത് ഫുള്ള് തീർക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുപോലെ താഴേക്കും വരയ്ക്കുവാണ്. ഇനി നമ്മൾ വരച്ചതിന് ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് മിഡിൽ ഭാഗത്ത് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇത് വരയ്ക്കാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ പറ്റുന്ന പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ വൈറ്റ് കളർ വേണമെന്നുള്ളൊരു പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര വൈറ്റൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് സൈഡുകൾ നമ്മൾ മുറിച്ചതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലേസ്, ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലേസ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഒന്ന് ഒട്ടിക്കണം. എൻ്റെ കയ്യിലുള്ള ലേസ് ഇതാണ്, നിങ്ങളുടെ കയ്യിലുള്ള എങ്ങനെയെന്ന് വെച്ചാൽ അത് ഒട്ടിക്കുക. ബ്ലൂ ലേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലൂ മാർക്കർ ഇട്ട് വരച്ചത്. ബ്ലാക്ക് ലേസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കർ ഇട്ട് വരയ്ക്കാം. റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ് ഇട്ട് വരയ്ക്കാം. പക്ഷേ റെഡ് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ബ്ലാക്കാണ് കൂടുതൽ ഭംഗിയായിട്ട് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് ഞാൻ ഇങ്ങനെ ഹോട്ട് ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി ഒട്ടിക്കുവാണ് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഗ്ലൂ ഇടയ്ക്കിടയ്ക്ക് തേച്ച് അങ്ങ് ഒട്ടിക്കുക. ബാക്കിൽ ഇത്രയൊരു ഡിസ്റ്റൻസ് വന്നു, അത് കുഴപ്പമില്ല, അവിടെ വേണമെന്നില്ല. ഇനി ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒരു ഹോൾ അവിടേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ഒരു ഹോൾ എടുത്താൽ മതി. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നല്ലൊരു ഹോൾ വീഴുന്നതാണ്, കണ്ടോ. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ടേബിളിൽ വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഹോൾ ഇടേണ്ട ആവശ്യമില്ല, നേരിട്ട് ടേബിളിൽ വെക്കാം. അപ്പോൾ വാളിൽ ഹാങ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ചെടി നടാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെക്കാം. അല്ല ടേബിളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോൾഡറായിട്ട് പെന്നോ പെൻസിലോ അല്ല കളർ പെൻസിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഡോറിൽ ഹാങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്